കേസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് വെച്ചാൽ മൈൻക്രാഫ്റ്റാണ്. നമ്മൾ ഇന്നത്തെ ഗോൾ എന്ന് വെച്ചാൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കുക. പിന്നെ കുറച്ച് ഇത് നമ്മളെ നല്ലൊരു ഫാമില്ല ഫുഡിനായിട്ട്. ഇപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കാണുന്ന പിഗിനെയോ ഷീപ്പിനോ എല്ലാം തച്ച് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ചുറ്റും നോക്കുമ്പോൾ കാണും കുറേ മരം നട്ടുവെച്ചിന്. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഫുഡില്ല, അങ്ങനെ ആകെ കുറച്ച് സാപ്പിങ്സേ ഉള്ളൂ. അപ്പോൾ ആ സാപ്പിങ്സ് നട്ട് വെച്ചാണ് ഇത് മൊത്തം. പിന്നെ നമ്മളെ വീറ്റ് ഫാം എന്ന് വെച്ചാൽ അതിന് മാത്രം ഫുഡൊന്നും കിട്ടുന്നില്ല, നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഫുഡൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നല്ലൊരു ഫുഡ് ഉണ്ടാവണമെങ്കിൽ കേരറ്റും പൊട്ടറ്റോ ആണ്. കേരറ്റ് ഗോൾഡൻ ക്യാരറ്റൊക്കെ അതിനെ കൊണ്ട് ഉപയോഗിക്കുള്ളൂ. പക്ഷെ പൊട്ടറ്റോ അങ്ങനെയല്ല. പൊട്ടറ്റോ നമുക്ക് ഫാർനറ്റിൽ വെച്ചിട്ട് വേവിച്ചും കഴിക്കാം. അപ്പോൾ എന്തിനായാലും നമുക്കൊരു വില്ലേജിൽ നിന്ന് കണ്ടുപിടിക്കണം. അല്ലാണ്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ വില്ലേജ് കണ്ടുപിടിച്ചാൽ ബ്രീഡർ ഉണ്ടാക്കാനല്ല. അപ്പോൾ വില്ലേജ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കുന്ന പണി തന്നെയാണ്. വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുറച്ച് ഇതുണ്ടാക്കണം. ക്യാരറ്റും പൊട്ടാറ്റോ അങ്ങനത്തെ കുറച്ച് ഫാം ചെയ്യേണ്ട ഐറ്റംസ് കൊണ്ടുവരണം. വില്ലേജസിനെ ഇനി വരുന്ന എപ്പിസോഡിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്കെന്തായാലും ഇനി വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാം. ഗൈസ്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, ആ മല കണ്ടില്ല ഗൈസ്? ആ മല കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതിലെ ഗൈസ് ഞാൻ അങ്ങോട്ട് നിന്ന് നോക്കി കാണിച്ചു തരാം. വല്ലാത്ത മലയാണല്ല ഗൈസ്. അതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. അതെന്ന് വെച്ചാൽ ബെഡ് റോക്ക് എഡിഷൻ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് ഓരോന്ന് ഉണ്ടാക്കും ഇവർ. അപ്പോൾ അതിലൊന്നും വലിയ അത്ഭുതമില്ല ഗൈസ്. പിന്നെ ഒരു അത്ഭുതം ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഇതൊരു റെയറസ്റ്റ് മോബ് തന്നെയാണ്. മോബ് വെച്ചാൽ ഷീപ്പ് അത്ര മോബ് റെയറല്ല. പക്ഷേ പിങ്ക് ഷീപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു റെയർ മോബ് തന്നെയാണ്. ഇത് കിട്ടാൻ നല്ല പാടാണ്, കിട്ടാന്നല്ല. അപ്പം ഇത് പോട്ട് നമുക്ക് ഗൈസ് എൻ്റെ കോർഡിനേറ്റ് ഉണ്ടാക്കുന്നില്ല. ഞാൻ ആരും ബ്ലോക്ക് നടന്നു വന്ന് വില്ലേജ് മാത്രം കിട്ടിയില്ല. പക്ഷേ ഇത് ഇവിടെ ഒരു സ്പ്രിങ്സിൻ്റെ ഒരു ഭയവും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ വുഡ് എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വുഡ് തന്നെയാണ് ഈ സ്പ്രിങ്സിൻ്റെ വുഡ്. അതുകൊണ്ട് ഇതിൻ്റെ 4 സാപ്ലിങ്സും കൂടി എടുത്തിട്ട് വീണ്ടും യാത്ര തുടങ്ങാം. പിന്നെ 4 സാപ്ലിങ്സ് എല്ലാം പരത്തുന്ന കണ്ട നിങ്ങൾക്ക് കാണിച്ചിട്ട് ലാഗാക്കുന്നില്ല ഗൈസ്. എന്നാൽ ഞാൻ വേഗം അതിൻ്റെ 4 സാപ്ലിങ്സ് കണ്ടുപിടിക്കട്ടെ ഗൈസ്. രാത്രി ഇപ്പം കടന്നുറങ്ങാൻ വെച്ചപ്പോൾ ഇതാക്കണ്ട, ഇവർ എവിടെ ജീവിക്കാൻ വിടില്ല. ഒരു നേരത്തെ ഗൈസ് ഇന്ന് രാവിലെ ആയിക്കോട്ടെ ഗൈസ്. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ട കോർഡിനേറ്റ്സ് കണ്ട മനസ്സിലാവും. 2941 ബ്ലോക്സ് നടന്നു വന്നിട്ടാണ് അവസാനം ഒരു വില്ലേജ് കിട്ടിയത്. അതെന്ന് വെച്ചാൽ സ്പ്രിങ്സ് തന്നെ, ഈ സ്പ്രിങ്സ് ആയപ്പോൾ തന്നെയാണ് നമുക്കൊരു വില്ലേജ് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ കുറേ ദൂരം നടന്നു ഗൈസ്, കുറേ സമയം പരിധി നടക്കുന്നത്. എനിക്ക് ഇപ്പാണ് കിട്ടിയത്. ഇനി നമ്മളെ മെയിനായിട്ടുള്ള 4 സാധനങ്ങൾ നമുക്ക് എടുക്കണം. ബീട്രൂട്ട്, ക്യാരറ്റ്, പൊട്ടാറ്റോ, ഇത് 3 ഇപ്പം വേണ്ടത്. പിന്നെ ഈ ചമ്പക്കോട്ട അവിടെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പൊട്ടാറ്റോ അവിടെ ഉണ്ട്. ഈ ക്യാരറ്റ് കിട്ടണം ഗൈസ്. അങ്ങനെ നമുക്ക് ക്യാരറ്റും കിട്ടി. ഇവിടുന്ന് കുറച്ച് ക്യാരറ്റും കൂടി എടുക്കണം ഗൈസ്. എന്നാൽ ഇവിടുന്ന് കുറച്ച് ക്യാരറ്റും കൂടി എടുക്കട്ടെ. ഇനി വില്ലേജ് ഞാൻ എല്ലാവർക്കും നോക്കി, നമുക്ക് വീട്ടിലോട്ട് മാത്രം ഇനി എവിടെയും കാണില്ല. അപ്പം എന്നാലും ഈ വില്ലേജിൽ കിട്ടുന്ന സാധനങ്ങൾ ഇപ്പോൾ തൽക്കാലം എടുത്തിട്ട് വീട്ടിലേക്ക് പോവുക. ഇപ്പോൾ ഇതന്നെ കിട്ടിയ വാങ്ങി ഉപയോഗിക്കുക. കാരണം മെയിനായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടാറ്റോയും ക്യാരറ്റുമാണ്. പിന്നെ അതിന് മാത്രമല്ല ഈ വില്ലേജ് അങ്ങനെ ലൂട്ടാൻ നിൽക്കുന്നില്ല. എന്നുവെച്ചാൽ എന്തായാലും ഈ വില്ലേജിൽ നിന്ന് നമുക്ക് വില്ലേജർമാരെടുക്കാൻ തരണം ബ്രീഡർ ഉണ്ടാക്കുമ്പോൾ. വന്നാൽ ഈ വില്ലേജ് ലൂട്ടാന്ന് വെച്ച് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മെയിനായിട്ട് കൊണ്ട് ഈ ഫുഡ് ഐറ്റംസ് മൊത്തം ഒന്ന് കളക്ട് ചെയ്തെടുക്കുക ഗൈസ്. അങ്ങനെ നമുക്ക് ഫാം ചെയ്യേണ്ട പൊട്ടാറ്റോയും ക്യാരറ്റും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഈ വില്ലേജിൽ നമുക്ക് പോകാൻ ഗൈസ്. അങ്ങനെ നമുക്ക് വലിയൊരു അബദ്ധം പറ്റി ഗൈസ്. നമുക്ക് വലിയൊരു അബദ്ധം തന്നെ പറ്റിയ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ കോർഡിനേറ്റ്സ് ഉണ്ടാവും മനസ്സിലാവും. 700 - 300 ഒരു വില്ലേജ് ഉണ്ടായിട്ടാണ് നമ്മളിത് കാണാണ്ട് നേരെ മറ്റേ വില്ലേജ് 3000 ബ്ലോക്ക് പോയിട്ട് ഞാൻ മറ്റേ വില്ലേജ് കണ്ടുപിടിച്ച എൻ്റെ ഗൈസ്. അങ്ങനെ ഏറ്റവും വലിയൊരു അബദ്ധം തന്നെ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ സാരമില്ല, എൻ്റെ വില്ലേജ് അല്ല
എന്തായാലും ഗായ്സ് അങ്ങനെ ഇവിടെ കണ്ട ഗായ്സ് അങ്ങനെ ഇവിടെ ബ്രീട്ടൂട്ടും കിട്ടി. ഇനി ബ്രീട്ടൂട്ടോ അതിലെടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ തന്നെ പോവാം. ഞാൻ അധികം നിൽക്കുന്നില്ല. ഇനി നല്ല വലിയ അബദ്ധം തന്നെയാണ് ഗായ്സ് നമുക്ക് പറ്റിയത്. ഇത്ര അടുത്ത് വില്ലേജ് ഉണ്ടായിട്ട് അത്രയും ദൂരം പോയത്. അതിലൊരു വില്ലേജേഴ്സ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കുന്നതായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോയിൽ എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഒരു നെതറിലേക്കാണ് കയറാൻ പോകുന്നത്. എന്തായാലും ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം എടുത്തിട്ട് വില്ലേജ് എന്തായാലും ലൂട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. കിട്ടുന്നതിലെടുത്ത് നേരെ വീട്ടിൽ പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ച് ഓടി എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, 10 കിലോമീറ്റർ പോയിരുന്നു ഗൈസ് നമ്മളിന്ന്. എന്തായാലും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി വെച്ചാൽ നമുക്ക് ആ സൈഡിലായിട്ട് ഇതെല്ലാം ഒന്ന് ഫാം ചെയ്ത് വെക്കണം. അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ പണി തുടങ്ങാം ഗൈസ്. നല്ല നമുക്ക് ആ സൈഡിലായിട്ട് തുടങ്ങാം. ഫാമിൻ്റെ ഒന്ന് മൊത്തമായിട്ടൊന്ന് പ്ലെയിൻ ആക്കിയിട്ട് നമുക്കൊന്ന് ടെറാഫോമിങ് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ ഫാം ചെയ്യേണ്ട അടുക്കിലുള്ള ഒന്ന് സെറ്റാക്കി എടുക്കുക. അവിടെ നിന്ന് കുറച്ച് ഡേർട്ട് എടുത്ത് മാറ്റേണ്ടതുണ്ട് ഗൈസ്. എന്നാൽ ഡേർട്ട് എടുക്കുന്നതിലോട്ട് കാണിച്ച് വീഡിയോ വെറുതെ ലെങ്താക്കുന്നില്ല ഞാൻ. എന്തായാലും ഇനി കുറേ സമയത്തേക്ക് ഇതന്നെയായിരിക്കും പണി ഗൈസ്. എവിടെയായിട്ട് നമുക്കൊന്ന് സെറ്റാക്കാൻ തുടങ്ങാം. എന്നാൽ കുറച്ചധികം കുഴിച്ച് മാറ്റണം ഗൈസ്. എന്തായാലും എന്നാൽ കുഴിച്ച് മാറ്റാൻ തുടങ്ങാം. ഇവിടെ മൊത്തമായിട്ട് നീ ഒന്ന് കുഴിക്കണം. അത്യാവശ്യം നല്ല പണിയുള്ള പരിപാടി തന്നെയാണ് ഗൈസ്. എന്തായാലും നീ കുഴിക്കുന്നൊന്നും വീഡിയോ കാണിക്കുന്നില്ല. അതിൽ എത്ര പെട്ടെന്ന് കുഴിച്ച് മൊത്തം ടെറാഫോമിങ് ചെയ്ത് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അങ്ങനെ ഫാമിൻ്റെ സ്ഥലമെല്ലാം മൊത്തം ഒന്ന് കുഴിച്ച് ടെറാഫോമിങ് ചെയ്ത് ഇത്രയും സ്ഥലം ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ തുടങ്ങാം കൃഷി ഗൈസ്. അപ്പം നിങ്ങൾക്ക് നോക്കിയപ്പോൾ മനസ്സിലാവും ഇവിടെ മൊത്തം മരമെല്ലാം ഒന്ന് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ നട്ടുവെച്ച മരം മൊത്തം വളർന്ന്. ഇനി ഇതെല്ലാം ഒന്ന് കുഴിച്ച് മാറ്റാൻ ഇതെല്ലാം ഒന്ന് വെട്ടി മാറ്റിയിട്ട് ഫുള്ളൊന്ന് ക്ലിയർ ആക്കുക ഗൈസ്. മൊത്തം ഇനി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇനി കാണിക്കുക ഗൈസ്. അങ്ങനെ മരമെല്ലാം മൊത്തം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. മൊത്തം മരം മുറിച്ച് മാറ്റി. ഈ മൊത്തം മരം മുറിച്ച് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഒരു 1.5 സ്റ്റാക്കോളം മരം കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് മരത്തിന് അത്ര വലുതായിട്ട് ക്ഷാമം ഉണ്ടാവില്ല ഗൈസ്. എന്നാൽ നമുക്കതിന് ബാക്കി ഫാമിൻ്റെ പരിപാടികൾ നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ സ്ഥലത്ത് ചാപ്പിളിന് അതെല്ലാം ഒന്ന് വരച്ച് കണ്ടില്ല ഗൈസ്. മൊത്തമായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം മണ്ണ് ഡേട്ടോ ടിൽറ്റ് ചെയ്തൊന്ന് എടുത്ത് ഫാം ചെയ്യേണ്ട എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കിട്ടിയ സീഡെല്ലാം ഒന്ന് ഫാം ചെയ്യാൻ തുടങ്ങാം ഗൈസ്. എന്നാൽ ഇനി ഫാം ചെയ്യുന്നതിൻ്റെ ചെറിയ ഫാസ്റ്റ് വീഡിയോകൾ കണ്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ഫാമിൽ നിന്ന് മൊത്തം സെറ്റാക്കി മൊത്തം ചെയ്ത് നട്ടുവെച്ച് നമ്മളെ ബേക്കിലെ ചെറിയ ഫാമാണ് മൊത്തം മുറിച്ച് മാറ്റി. ഇങ്ങനെയുണ്ട് നമ്മളെ ഫാം. നിങ്ങൾ വീഡിയോ തുടക്കത്തിൽ കണ്ടാൽ നമ്മൾ ചെറിയ ബീറ്റ് ഫാമില്ല ഗൈസ്. നമ്മൾ മൊത്തമായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇതിന് തൊട്ട് നമ്മളെ ഫുഡ് ഫാം ഇതായിരിക്കും. ഇത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഫീഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഗൈസ്. പിന്നെ ഇതായിട്ട് മൊത്തം പൊട്ടിച്ച് മാറ്റി വെള്ളം എടുത്ത് മാറ്റി. എന്നാൽ ഇന്നത്തെ എഡിറ്റിൽ ശരി എന്നാൽ